ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകൾക്ക് 4 വയസ്സ്. ഒരു തലമുറയുടെ സംഗീതാസ്വാദനത്തിന് പുതിയ ഭാവതലങ്ങൾ നൽകിക്കൊണ്ട് സന്തോഷവും പ്രണയവും വിരഹവും വേദനയുമെല്ലാം തന്റെ തൂലികയിൽ നിന്നും അനുവാച ഹൃദയങ്ങളിലേക്ക് അനസ്യൂതം പ്രഹവിപ്പിച്ച മലയാളത്തിന്റെ അനശ്വരനായ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകൾക്കിന്ന് 4 വയസ്സ്. മൂവന്തി താഴ്വരയിലെ വെൺസൂര്യനായി ജ്വലിച്ചു നിന്ന പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾ മൂളാത്ത ഒരു സംഗീതാസ്വാദകരും ഉണ്ടാകില്ല. 300-ലധികം ചിത്രങ്ങൾക്കായി 1500-ലധികം പാട്ടുകളാണ് പുത്തഞ്ചേരിയുടെ തൂലിക നമുക്ക് സമ്മാനിച്ചത്. കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ ജ്യോതിഷ വിദഗ്ധനായ പുളിക്കൂല് കൃഷ്ണൻ പണിക്കരുടെയും കർണാടക സംഗീത വിദൂഷികയായ മീനാക്ഷിയമ്മയുടെയും മകനായി 1959 സെപ്റ്റംബർ 23-നാണ് ഗിരീഷ് ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഇദ്ദേഹം ഉപജീവനത്തിനു വേണ്ടിയാണ് പാട്ടിന്റെ വഴി തിരഞ്ഞെടുത്തത്. നാടക പ്രവർത്തനങ്ങൾക്കും ആകാശവാണിയിൽ ലളിതഗാനമെഴുത്തുമായി നടന്ന പുത്തഞ്ചേരിയെ സിനിമാ ലോകത്തെത്തിക്കുന്നത് തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്താണ്. ഗാനരചന മാത്രമല്ല, സിനിമകളുടെ തിരക്കഥ തയ്യാറാക്കുന്നതിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. ബ്രഹ്മരക്ഷസ്, പല്ലാവൂർ ദേവനാരായണൻ, വടക്കുംനാഥൻ എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തിരക്കഥകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കിന്നരിപ്പുഴയോരം, മേലെപ്പറമ്പിൽ ആൺവീട്, കേരള ഹൌസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്നീ സിനിമകളുടെ കഥകൾ എഴുതിയതും പുത്തഞ്ചേരിയാണ്. മോഹൻലാലിനെ നായകനാക്കി രാമൻ പോലീസ് എന്നൊരു ചിത്രം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതിനു മുന്നേ അദ്ദേഹം കാലയവനികൾക്കുള്ളിലേക്ക് മറയുകയായിരുന്നു. സിനിമയുടെ മായികാ പ്രപഞ്ചത്തിൽ അംഗീകാരത്തിന്റെ ഉന്നത പടവുകളിൽ നിൽക്കുമ്പോഴും തികച്ചും സാധാരണക്കാരനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു പുത്തഞ്ചേരിയെന്ന് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഓർക്കുന്നു. തന്റെ അടുത്ത സുഹൃത്തായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ മരണവീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം സ്വന്തം വീട്ടിലെത്തി പാട്ടെഴുതാനിരിക്കെയാണ് ഗിരീഷിന് രക്തസമ്മർദ്ദമുണ്ടാകുന്നത്. വൈകാതെ മസ്തിഷ്ക മരണം സംഭവിക്കുകയും 2010 ഫെബ്രുവരി 10-ന് മരിക്കുകയുമായിരുന്നു. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ചതിൽ ഗിരീഷ് പുത്തഞ്ചേരിക്കുള്ള പങ്ക് ചെറുതല്ല. പതിറ്റാണ്ടുകളായി പാടി നടക്കാനുള്ള ഗാനശേഖരം നമുക്ക് തുറന്നു നിന്ന ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ കലാകാരൻ മൺമറഞ്ഞു പോയപ്പോൾ സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് നമുക്ക് തോന്നാനുള്ള കാരണവും ഇതാണ്. ചക്രവാളത്തിനപ്പുറം എന്ന ചിത്രത്തിലെ കൺമണി നിന്റെ ഓർമ്മകൾ മാത്രം എന്ന ഗാനത്തിലൂടെയാണ് പുത്തഞ്ചേരി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് ജയരാജ് സംവിധാനം ചെയ്ത ജോണി വാക്കറിലെ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനത്തിലൂടെ ജനഹൃദയങ്ങൾ കവർന്ന ഈ പ്രതിഭയെ തേടി അവസരങ്ങളുടെ പെരുമഴയായിരുന്നു. ഒരു വർഷം പുറത്തിറങ്ങുന്ന ചിത്രങ്ങളിൽ പകുതിയിലേറെയും പുത്തഞ്ചേരിയുടെ ഗാനങ്ങളാൽ ശ്രദ്ധേയമായി. AR റഹ്മാൻ, ലക്ഷ്മികാന്ത്, പ്യാർലാൽ, ഇളയരാജ, രവീന്ദ്രൻ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരായ സംഗീത സംവിധായകരുടെ ഈണങ്ങൾക്ക് ഗിരീഷ് പുത്തഞ്ചേരി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗിരീഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ അന്തരിച്ച രവീന്ദ്രൻ മാഷായിരുന്നു. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ രവീന്ദ്രന്റെ സംഗീതത്തിൽ പിറവിയെടുത്ത പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. പിന്നീട് ഇരുവരുടെയും കൂട്ടായ്മയിൽ രൂപപ്പെട്ട നിരവധി ഗാനങ്ങൾ അനുവാചകരുടെ ഹൃദയതാളമായി മാറി. ഓരോ സംവിധായകനും വ്യത്യസ്തമായ പേനയാണെന്നായിരുന്നു പുത്തഞ്ചേരിയുടെ വിശ്വാസം. തന്റെ ഓരോ ഗാനങ്ങളിലൂടെയും അദ്ദേഹം ഊട്ടിയുറപ്പിച്ചതും ഇതേ വിശ്വാസമായിരുന്നു. സിനിമയുടെ സന്ദർഭത്തിനും അന്തരീക്ഷത്തിനും അനുയോജ്യമായ രീതിയിലുള്ള വരികളാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ദേവാസുരത്തിലെ സൂര്യകിരീടം വീണുടഞ്ഞു, ഹിറ്റ്ലറിലെ നീയുറങ്ങിയോ നിലാവേ, ആറാം തമ്പുരാനിലെ പാടി തൊടിയിലേതോ, കന്മതത്തിലെ മൂവന്തി താഴ്വരയിൽ, അരയന്നങ്ങളുടെ വീട്ടിൽ, ദീനദയാലോ രാമ തുടങ്ങിയ ഗാനങ്ങൾ ഇവയിൽ ചിലതു മാത്രം. മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇദ്ദേഹത്തെ തേടി 7 തവണ എത്തിയിട്ടുണ്ട്. ഇതിൽ 2001 മുതൽ 2004 വരെ തുടർച്ചയായി 4 വർഷം രാവണപ്രഭു, നന്ദനം, ഗൌരീശങ്കരം, കഥാവശേഷൻ എന്നീ ചിത്രങ്ങളുടെ ഗാനരചനയ്ക്കാണ് അദ്ദേഹം സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായത്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.